നമസ്കാരം. KSIDC നോമിനികളായി CMRL ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്തിയവർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം CMRLന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിയമിതരായതിനെക്കുറിച്ചും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുന്നു. വിവിധ കാലയളവിൽ KSIDCയുടെ നോമിനികളായി CMRLന്റെ ബോർഡിലെത്തിയ 3 പേരെക്കുറിച്ചാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പരാതി ലഭിച്ചത്. ഇവരുടെ ഇടപാടുകളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ വരും. SFIOയുടെ അന്വേഷണം തുടങ്ങുന്നതിന്റെ ഭാഗമായി CMRLന്റെ ക്രമക്കേടുകൾ കണ്ടെത്തിയ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ അന്വേഷണ റിപ്പോർട്ട് SFIO അന്വേഷണ സംഘത്തിന് കൈമാറുന്ന നടപടികളും തുടങ്ങി. ഈ റിപ്പോർട്ടിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ഉന്നത ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ CMRLൽ നിന്ന് പലപ്പോഴായി പണം വാങ്ങിയവരുടെ എല്ലാം പേരും വിവരവും ഉള്ളത്. CMRL പണം നൽകിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവരെ നോട്ടീസ് അയച്ച് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്നതാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സ്വാഭാവികമായ നടപടിക്രമം. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്ത തുക ഉൾപ്പെടെ ചെലവായി കാണിച്ച 135 കോടിക്ക് പിന്നീട് നികുതി അടച്ചാണ് CMRL ആദായ നികുതി കേസ് സെറ്റിൽ ചെയ്തത്. ആ സ്ഥിതിക്ക് ഈ പണം കൈപ്പറ്റിയവർ പണത്തിന്റെ കണക്ക് കാണിക്കേണ്ടി വരും. തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ല എന്ന സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. 2018-ൽ തോട്ടപ്പള്ളിയിൽ പ്രളയം തടയാനായി ധാതുമണൽ വാരിയതു മുതൽ CMRLന്റെ ലാഭം വർദ്ധിച്ചിരുന്നു. അവർക്ക് തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് സർക്കാർ പറയുമ്പോഴും CMRL ഇടപെട്ടതിന്റെ സംശയങ്ങൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. CMRLന്റെ GST e-way ബില്ലുകൾ പരിശോധിക്കണമെന്നും ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുമെന്നുമാണ് അവർ അറിയിച്ചിട്ടുള്ളത്. മുൻ ധനമന്ത്രി P. ചിദംബരം പ്രതിയായ എയർസെൽ മാക്സിസ് കേസ് അന്വേഷിച്ച SFIO സംഘത്തലവനാണ് എക്സാലോജിക് കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം. ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് EDയും CBIയും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത്. അതേസമയം കാലത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് നൂതന ആശയങ്ങളും സേവനങ്ങളും അവതരിപ്പിച്ചാൽ ഏത് സംരംഭകനും കേരളം സ്വർഗമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും ശ്രദ്ധേയമാകുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിൽ IBS സോഫ്റ്റ്വെയറിന്റെ കൊച്ചി ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ വ്യവസായം ചെയ്യാൻ കഴിയില്ലെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ഥാപിത താൽപര്യക്കാർക്കുള്ള മറുപടിയാണ് IBS നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങളിലും കേരളം വളരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുമാണ് സംസ്ഥാനത്ത് നിന്നുള്ള സോഫ്റ്റ്വെയർ കയറ്റുമതിയിലെ വർധന. IT-യിലും അനുബന്ധ മേഖലകളിലുമായി കുറഞ്ഞത് 5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇതിന് ഉത്തേജനം പകരാൻ കഴിയുന്ന വിധം കൊച്ചിയിൽ ടെക്നോളജി ഇന്നവേഷൻ സോണിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പൂർണ്ണ സജ്ജമാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ടെക് ഇന്നവേഷൻ സോൺ ആകും അത്. എയ്റോസ്പേസ് ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും തിരുവനന്തപുരത്ത് മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കാൻ K-സ്പേസ് പ്രവർത്തനം തുടങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.